ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും ആകർഷകമായി നിൽക്കുന്നത് പ്രോപ്പർട്ടി സെക്ടറാണെന്ന് ജെഫ്രീസ്. കമ്പനികളുടെ കടം കുറഞ്ഞതും വിൽപ്പനയിലെ മുന്നേറ്റവും പിന്തുണയാവും. അന്താരാഷ്ട്ര നിക്ഷേപ സ്ഥാപനമായ ജെഫ്രീസ് പുറത്തുവിട്ട ഗ്രിഡ് ആൻഡ് ഫിയർ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഏറ്റവും ഭീഷണി നിൽക്കുന്ന സെക്ടർ IT ആണ്. AI വെല്ലുവിളിയാണ് ഇതിന് കാരണമെന്നും ക്രിസ്റ്റഫർ വുഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നിരവധി പ്രോപ്പർട്ടി ഓഹരികൾ അവരുടെ ദീർഘകാല ശരാശരി മൂല്യത്തെക്കാൾ താഴ്ന്ന നിലയിലാണ് ഇപ്പോഴും വ്യാപാരം ചെയ്യുന്നത്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരുടെ സംയോജിത അറ്റകടം 2019 സാമ്പത്തിക വർഷത്തെ 52,000 കോടിയിൽ നിന്ന് 2026 അവസാനത്തോടെ 2,800 കോടിയിലെത്തും. ഇത് റെക്കോർഡ് താഴ്ചയായിരിക്കുമെന്നും ജെഫ്രീസ് വ്യക്തമാക്കുന്നു. ഇത് കമ്പനികളെ പുതിയ പ്രോപ്പർട്ടികൾ ഏറ്റെടുക്കാനും വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കാനും സഹായിക്കും. 7 ലിസ്റ്റഡ് ഡെവലപ്പർമാരുടെ പ്രീ സെയിൽസ് 2026 മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ 22% വളർച്ച നേടുമെന്നും ജെഫ്രീസ് പ്രവചിക്കുന്നു. അതേസമയം DLF, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ശോഭ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ഒബ്റോയ് റിയാലിറ്റി തുടങ്ങിയ കമ്പനികളിൽ കൂടുതൽ നിക്ഷേപ സാധ്യതകളും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇവ നിക്ഷേപകരുടെ ശ്രദ്ധാ ഓഹരികളായി മാറാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പ്രോപ്പർട്ടി മേഖല തിളങ്ങുമ്പോൾ ഇന്ത്യൻ IT സർവീസ് മേഖല കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. IT കമ്പനികളുടെ വരുമാന വളർച്ച 2026 രണ്ടാം പാദത്തിൽ 1.6% കുത്തനെ കുറഞ്ഞു. IT സൂചികയുടെ PE അനുപാതം ഡിസംബറിലെ 31 മടങ്ങിൽ നിന്ന് 23 മടങ്ങായി കുറഞ്ഞത് AI-യുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും എന്റർപ്രൈസ് ചെലവിലെ കുറവുമാണ് സൂചിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.